നശിപ്പിച്ചു, വേസ്റ്റ് കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ സംസ്കരണം നടത്തിയില്ല. അവിടെ നിന്നും അണുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവിടുത്തെ ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അതിലുപരി ചർമ്മ രോഗങ്ങൾ വരാൻ തുടങ്ങി. ചൊറിയും ചിരങ്ങും പോലുള്ള അവസ്ഥ വരെ വന്നു. അതൊന്നും പോരാതെ ആൾക്കാർ കുടിക്കുന്ന വെള്ളത്തില് ഇതിന്ന് ചീഞ്ഞളിഞ്ഞ ആ വേസ്റ്റിന്റെ വെള്ളം വന്ന് വീണ് കുടിവെള്ളമടക്കം മലിനമാകുന്ന രീതിയിൽ ആളുകൾ ജീവിക്കാൻ വയ്യാതെ തെരുവിലിറങ്ങി സമരം ചെയ്തു. അതാണ് വിളപ്പിൽ ശാല സമരം. ഇതിനു മുമ്പ് വരെ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോ, കുടിവെള്ളം ഇല്ലാത്തപ്പോ, ലൈറ്റ് കത്താത്തപ്പോ, വേസ്റ്റുകൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോ ഒന്നും ചോദിക്കേണ്ടായിരുന്നു. കാരണം എന്താ? നമുക്ക് അവരുടെ പാർട്ടിയല്ലേ, അവരായി അവരുടെ പാടായി, റോഡ് നിറയെ അവർക്ക് എന്താ. പക്ഷെ BJP ഭരിക്കുമ്പോൾ ചോദിക്കും, 90 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചോദിക്കണം എന്ന് തന്നെയാണ് BJP പറയുന്നത്. BJP അല്ലാതെ വേറെ ആരാ മറുപടി പറയുന്നത്? ആര്യ രാജേന്ദ്രൻ എത്ര പത്രസമ്മേളനങ്ങൾ ഇതുപോലെ നടത്തി, കൃത്യമായി ഇന്ന കരാറുകൾ ഞങ്ങൾ കൊടുത്തു, ഇതാണ് ആ കരാറിന്റെ കോപ്പി, നിങ്ങൾ നോക്കിയോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ? പക്ഷെ അങ്ങനത്തെ മേയർമാരൊന്നും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കള്ളന്മാരൊക്കെ വെച്ചോളൂ. അഴിമതി കാണിക്കുന്നവർ, എല്ലാ കാര്യത്തിലും പൊങ്കാലയുടെ ആ ഒരു കല്ലടക്കം എടുത്ത് വിൽക്കുന്നവർ. അപ്പോ തിരുവനന്തപുരം BJP ഭരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ കുരുപൊട്ടിയ CPM പറഞ്ഞു വെക്കുന്ന ഓരോരോ കിംവദന്തികളെ പറ്റിയും അതിന് മേയർ VV രാജേഷ് നൽകിയ മറുപടികളെ പറ്റിയും ഞാൻ ചെയ്ത ആദ്യത്തെ വീഡിയോ കണ്ടായിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക, അപ്പോഴാണ് കുറച്ചും കൂടി തിരിയുക. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാലിന്യ സംസ്കരണം. പലയിടത്തായിട്ട് ഇങ്ങനെ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രചാരണം. അത് BJP കാരണമാണ് എന്നാണ് പറയുന്നത്. ഇതിന് സത്യത്തിൽ വളരെ വ്യക്തമായ ഒരു മറുപടി മേയർ VV രാജേഷ് നൽകുന്നുണ്ട്. ഇച്ചിരിയെങ്കിലും ഉളുപ്പുള്ള ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തലയിൽ തുണിയിടാതെ പുറത്തേക്ക് ഇറങ്ങില്ല. പക്ഷേ ശിവൻകുട്ടി സാറിന് അതൊന്നും പ്രശ്നമില്ല. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം കൈവച്ചില്ലായിരുന്നെങ്കിൽ ഈ വിളപ്പിൽശാല ഇങ്ങനെ ആവില്ലായിരുന്നു. ഈ മാലിന്യ സംസ്കരണ അവതാളത്തിലായത് അദ്ദേഹത്തിന്റെ ബുദ്ധിയാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയെന്നോ ബുദ്ധിശൂന്യതോ എന്നോ പറയാം. അദ്ദേഹം തന്നെ ഞങ്ങൾ ഇന്നൊരു മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ഹൈദരാബാദിൽ നന്നായിട്ട് നടക്കുന്നൊരു പ്രോജക്റ്റ് ഇവിടെ നിന്നും ട്രെയിനിൽ വിളപ്പിൽശാലക്കാരെയും ഇവിടെയുള്ള ആൾക്കാരെയും ഉദ്യോഗസ്ഥരെയും കൗൺസിലർമാരെയൊക്കെ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുത്ത് കൊണ്ട് കാണിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടപ്പിലാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പൊളിഞ്ഞു പോയി. ആരുടെ കുഴപ്പം? ഹൈദരാബാദിലെ പദ്ധതി നടക്കുന്നുണ്ടല്ലോ. പദ്ധതിയുടെ കുഴപ്പമല്ല, ഇവിടെ മാലിന്യം ഇല്ലാത്ത പ്രശ്നമല്ല, നടപ്പിലാക്കിയ ഭരണാധികാരിയുടെ വികലമായ കാഴ്ചപ്പാടാണ്. ഇന്ന് വിളപ്പിൽശാല എന്ന് പറയുമ്പോൾ ജനങ്ങൾ ഭയത്തോടെയാണ് കാണുന്നത്. ആ ഒരൊറ്റ പ്രോജക്റ്റ് അവതാളത്തിലായതോടുകൂടിയാണ് കേരളത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് മുഴുവൻ തകിടം പറഞ്ഞത്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞയാൾ തിരുവനന്തപുരത്ത് മാത്രമല്ല പ്രതിസന്ധി ഉണ്ടാക്കിയത്. അദ്ദേഹത്തിന്റെ വികലമായ ചിന്താഗതി, ഇൻഎഫിഷ്യൻസി, കാഴ്ചപ്പാടില്ലായ്മ കേരളത്തെ മുഴുവനും ഭയപ്പാടിലാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കാൻ തുടർച്ചയായിട്ട് വന്ന ഭരണകൂടങ്ങൾക്ക് ഭരണസമിതികൾക്ക് സാധിച്ചതുമില്ല. സാധിച്ചിരുന്നെങ്കിൽ ഇന്നിങ്ങനെ വരില്ല. എന്തായാലും തിരുവനന്തപുരം പട്ടണത്തിൽ ഇവിടെ നിലവിലുള്ള സിസ്റ്റം വെച്ച് ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെയ്യുന്നുണ്ട്. വിളപ്പിൽശാല സമരം അതിന്റെ തീവ്രത എന്താണെന്നുള്ളത് നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ആ സമയത്ത് ന്യൂസുകളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. വിളപ്പിൽശാല എന്ന് പറയുന്ന ഒരു സ്ഥലം തന്നെ നശിപ്പിച്ചത് ഈ മനുഷ്യനാണ്, ഈ ശിവൻകുട്ടി സാർ. ഇദ്ദേഹം പുറത്തൊക്കെ പോയി കുറെ ആൾക്കാരൊക്കെ ആയിട്ട് ടൂർ പോകാതെ ഇവരുടെ ഒരു മുഖമുദ്രയാണ്. ഇവര് പാർട്ടിക്കാര് ഇങ്ങനെ മന്ത്രി ആവുന്നതും MLA ആവുന്നതും മേയർ ആവുന്നതും കൗൺസിലർ ആവുന്നതും പഞ്ചായത്ത് അംഗം ആവുന്നതും ഒക്കെ ഇതിനാ. നാട് കാണണം, നാട് ചുറ്റണം, സർക്കാരിന്റെ ചെലവിൽ. അങ്ങനെ ചുറ്റി കുറെ ആൾക്കാരൊക്കെ കൊണ്ടുപോയി പഠിച്ചിട്ട് ഇവിടെ വന്നു പാളിപ്പോയി. ഒരു ഏരിയ നശിപ്പിച്ചു, വേസ്റ്റ് കൊണ്ടുപോയി അവിടെ ഡംപ് ചെയ്തിട്ട് കൃത്യമായിട്ട് അതിന്റെ സംസ്കരണം നടത്തിയില്ല. അവിടെ നിന്നും അണുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അവിടുത്തെ ആളുകൾക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ തുടങ്ങി. അതിലുപരി ചർമ്മ രോഗങ്ങൾ വരാൻ തുടങ്ങി. ചൊറിയും ചിരങ്ങും പോലുള്ള അവസ്ഥ വരെ വന്നു. അതൊന്നും പോരാതെ ആൾക്കാർ കുടിക്കുന്ന വെള്ളത്തില് ഇതിന്ന് ചീഞ്ഞളിഞ്ഞ ആ വേസ്റ്റിന്റെ വെള്ളം വന്ന് വീണ് കുടിവെള്ളമടക്കം മലിനമാകുന്ന രീതിയിൽ ആളുകൾ ജീവിക്കാൻ വയ്യാതെ തെരുവിലിറങ്ങി സമരം ചെയ്തു. അതാണ് വിളപ്പിൽ ശാല സമരം. ഇതുവരെയും അവിടെ കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആ മാലിന്യത്തിന് തീരുമാനമാക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. സമരം കൊണ്ട് ഈ സ്ഥലം അങ്ങ് പൂട്ടി. ഇനി അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കണം എന്ന രീതിയിലായി. അപ്പോഴും വേസ്റ്റ് എന്ത് ചെയ്യും? ഈ ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ബയോമൈനിങ് ആണ് മുന്നോട്ട് വെക്കുന്ന ആ ഒരു ഉത്തരം എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? എന്താണ് ബയോമൈനിങ്? വർഷങ്ങളായി ഒരിടത്ത് കുന്നുകൂടി കിടക്കുന്ന പഴയ മാലിന്യങ്ങളെ, ലെഗസി വേസ്റ്റ്, ശാസ്ത്രീയമായി വേർതിരിച്ച് നീക്കം ചെയ്യുന്ന രീതിയാണ് ബയോമൈനിങ്. ലളിതമായി പറഞ്ഞാൽ മണ്ണിൽ അടിഞ്ഞുകൂടിയ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്ന് ഉപയോഗപ്രദമായ വസ്തുക്കൾ ഖനനം ചെയ്തെടുക്കുന്ന പ്രക്രിയയാണിത്. ബയോമൈനിങ് പ്രക്രിയ പ്രധാനമായും താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. മാലിന്യം കുഴിച്ചെടുക്കലും ഉണക്കലും. വർഷങ്ങളായി കിടക്കുന്ന മാലിന്യങ്ങൾ മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് നിരത്തിയിടുന്നു. ഇവയിലെ ഈർപ്പം നീക്കം ചെയ്യുന്നതിനായി വായു സഞ്ചാരം ഉറപ്പാക്കി ഉണക്കിയെടുക്കും. സൂക്ഷ്മാണുക്കളുടെ ഉപയോഗം. മാലിന്യത്തിലെ ദുർഗന്ധം കുറക്കാനും ജൈവ വസ്തുക്കളുടെ വിഘടനം വേഗത്തിലാക്കാനും പ്രത്യേകതരം സൂക്ഷ്മാണുക്കളെ ഇതിൽ ഉപയോഗിക്കുന്നു. തരംതിരിക്കൽ. ഉണങ്ങിയ മാലിന്യങ്ങളെ ട്രോമൽ എന്ന വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് വലിപ്പത്തിനനുസരിച്ച് തരംതിരിക്കും. ഇതിലൂടെ പ്ലാസ്റ്റിക്, ലോഹങ്ങൾ, ഗ്ലാസ്, കല്ലുകൾ, മണ്ണ് എന്നിവ വേർതിരിച്ചെടുക്കാം. പുനരുപയോഗം. വേർതിരിച്ചെടുക്കുന്ന പ്ലാസ്റ്റിക്കും മറ്റ് കത്തുന്ന വസ്തുക്കളും സിമെന്റ് ഫാക്ടറികളിൽ ഇന്ധനമായി ഉപയോഗിക്കാം. മണ്ണ് പോലുള്ള വസ്തുക്കൾ നിരത്തുകൾ നിർമ്മിക്കാനോ കൃഷിക്കോ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എത്ര വലിയൊരു പദ്ധതിയാണെന്ന് നിങ്ങൾ
ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 90 ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണോ ഇത്? BJP മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശമാണ്. BJP അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് അടക്കം ഇൻവെസ്റ്റ്മെന്റ് അടക്കം കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞു. അവരിതിലേക്കാണ് പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല, കൊച്ചി അടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്തുടരേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എത്ര കാലം നിങ്ങൾ ഈ ജനങ്ങൾ താമസിക്കുന്നിടത്ത് കൊണ്ടുപോയി അളിഞ്ഞ വേസ്റ്റ് കൂട്ടിയിടും? നിങ്ങൾക്ക് കൃത്യമായിട്ട് ജൈവ മാലിന്യങ്ങളെ വളമാക്കി തിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. നിങ്ങൾ 45 വർഷം ചെയ്തു വെച്ചൊരു സംഗതി 90 ദിവസം കൊണ്ട് BJP ചെയ്യണം എന്നതാണ് ആവശ്യപ്പെടുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? BJPക്ക് എത്രത്തോളം ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞ പോലെ നിരത്തുകളിൽ നിന്നും ചുമ്മാ വേസ്റ്റ് എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്താൽ മതി എന്നാണെങ്കിൽ അത് ആർക്കും ചെയ്യാം, ഇതുവരെ CPM ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ. പക്ഷേ അതല്ല ഇവിടെ വേണ്ടത്. ശാശ്വതമായ തീരുമാനമാണ് വേണ്ടത്. നല്ല ഭരണാധികാരികൾ അതേക്കുറിച്ചാണ് ചിന്തിക്കുക. പക്ഷേ ശിവൻകുട്ടിക്ക് ഇതൊന്നും പ്രശ്നമല്ല. ശിവൻകുട്ടിക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, അതും അദ്ദേഹം പറയും. എനിക്ക് തോന്നുന്നു ഈ പത്രസമ്മേളനം നടത്തിയ നേതാവിന് ഇതുവരെയും തോറ്റു എന്ന് ബോധ്യപ്പെട്ടിട്ടില്ല. കേരളത്തിൽ ഒരു തോറ്റു എന്ന് ബോധ്യപ്പെടാത്ത 2-3 ആൾക്കാരിൽ ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഈ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പുറകെ ക്യാമറ കൊണ്ട് നടക്കണ്ട, ഞങ്ങൾ വളരെ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ വിശദമായിട്ടും കാര്യങ്ങളൊക്കെ പഠിച്ച് കരാറുകളൊക്കെ കൃത്യമായിട്ട് ഞങ്ങളുടെ ലീഗൽ ടീമൊക്കെ വിലയിരുത്തി തന്നെയാണ്, കുറച്ച് സമയമെടുത്ത് വിലയിരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, തോറ്റു എന്നുള്ളത് ഇതുവരെ വിശ്വാസമായിട്ടില്ല, സമ്മതിക്കില്ല. നമ്മൾ ലാസ്റ്റ് തദ്ദേശത്തിൽ ഇവർക്ക് വലിയ രീതിയിലുള്ള തോൽവി വന്നപ്പോൾ എല്ലാവരും പറഞ്ഞൊരു സംഗതി അതാണ്. ഇനി തോറ്റു എന്നുള്ളത് കമ്മികളെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് പാടുക. അവർ സമ്മതിക്കില്ല. അവരിനി എന്ത് സംഭവിച്ചാലും അവർ തോറ്റൻ സമ്മതിക്കില്ല. 45 വർഷം കക്ഷത്തിലിരുന്ന കോർപ്പറേഷൻ BJP കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ സഹിക്കോ? അപ്പൊ BJPക്ക് ഇല്ലാത്ത കുറ്റമില്ല. 45 വർഷം ഇവരാണ് ഭരിച്ചത് എന്ന് പോലും ജനങ്ങൾ മറന്നു പോകുന്ന രീതിയിൽ ഇവർ കുറ്റം പറയുന്നത്. ഇവരോടൊപ്പം നിന്ന് ചോദ്യം ചോദിക്കുന്ന കമ്മികളും അത് മറന്നു പോകുന്നു. ഇതിനു മുമ്പ് വരെ അവിടെ വെള്ളക്കെട്ട് ഉണ്ടാകുമ്പോൾ, കുടിവെള്ളം ഇല്ലാത്തപ്പോ, ലൈറ്റ് കത്താത്തപ്പോ, വേസ്റ്റുകൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ ഒന്നും ചോദിക്കണ്ടായിരുന്നു. കാരണം എന്താ? നമുക്ക് അവരുടെ പാർട്ടിയല്ലേ, അവരായി അവരുടെ പാടായി, റോഡ് നിറയെ അവർക്ക് എന്താ. പക്ഷെ BJP ഭരിക്കുമ്പോൾ ചോദിക്കും, 90 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ചോദിക്കണം എന്ന് തന്നെയാണ് BJP പറയുന്നത്. BJP അല്ലാതെ വേറെ ആരാ മറുപടി പറയുന്നത്? ആര്യ രാജേന്ദ്രൻ എത്ര പത്രസമ്മേളനങ്ങൾ ഇതുപോലെ നടത്തി കൃത്യമായി ഇന്ന കരാറുകൾ ഞങ്ങൾ കൊടുത്തു, ഇതാണ് ആ കരാറിന്റെ കോപ്പി, നിങ്ങൾ നോക്കിയോ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നോക്കിയോ എന്നൊക്കെ പറഞ്ഞ് വന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടായിരുന്നോ? പക്ഷെ അങ്ങനത്തെ മേയർമാരൊന്നും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. നിങ്ങൾക്ക് കള്ളന്മാരൊക്കെ പറ്റുള്ളൂ. അഴിമതി കാണിക്കുന്നവർ, എല്ലാ കാര്യത്തിലും പൊങ്കാലയുടെ ആ ഒരു കല്ലടക്കം എടുത്ത് വിൽക്കുന്നവർ, അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇനി അടുത്തതായി പൊക്കിക്കൊണ്ടുവന്ന വിഷയം കുടിവെള്ളമാണ്. അപ്പൊ കുടിവെള്ളത്തിൽ എന്താണ് വിഷയം? ഞാൻ വളരെ ദീർഘിപ്പിക്കാതെ പറയാം. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ഇടുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യാം. കുടിവെള്ളം സത്യത്തിൽ ഒരുപാട് സ്ഥലത്ത് മുടങ്ങി കിടക്കും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരുപാട് ആൾക്കാർ കുടിവെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എന്താണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള റീസൺ? വെള്ളം കൃത്യമായിട്ട് എത്താനായിട്ടുള്ള പൈപ്പുകൾ അന്ന് ഭൂമിക്കടയിലൂടെ ഇട്ടത് ഗുണമേന്മയില്ലാത്തതാണ് എന്നതാണ്. 1000 ലിറ്റർ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് 400 ലിറ്റർ വെള്ളം പുറത്തേക്ക് വേസ്റ്റേജ് ആയിട്ട് ലീക്കേജ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ മുമ്പ്, ഇപ്പോഴൊന്നുമല്ല, ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായി. ഇത് മാറ്റണമെന്ന് പറഞ്ഞു, ഒരു നടപടി ഉണ്ടായില്ല. 30 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പൈപ്പുകൾ റീപ്ലേസ് ചെയ്യണം. എല്ലാത്തിനും ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്ക് ദ്രവിച്ചു പോകും. അതും ചെയ്തിട്ടില്ല. ആരായിരുന്നു ചെയ്യേണ്ടത്? ഇതിന് മുൻപുണ്ടായിരുന്ന ഭരണസമിതിയാണോ? അല്ല, അത് വാട്ടർ അതോറിറ്റിയാണ് ചെയ്യേണ്ടത്. വാട്ടർ അതോറിറ്റിയുടെ കീഴിലാണ് കുടിവെള്ളവുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ സംഗതികളും. നിങ്ങൾ ബില്ലടക്കുന്ന അവിടെ അല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, അല്ലാതെ പഞ്ചായത്തിലല്ലല്ലോ വെള്ളത്തിന്റെ ബില്ലടക്കുന്നത്. അവരാണ് ചെയ്യേണ്ടത്. ഈ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥർ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? വാട്ടർ അതോറിറ്റി ആരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്? എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? ആരാണ് അവരോട് ഇതൊക്കെ ചോദിക്കേണ്ടത്? അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയൊക്കെ അവരൊക്കെ നിലനിൽക്കുന്ന വലിയ ശക്തിയായിട്ടുള്ള ഒരു അസോസിയേഷൻ എന്താണ്? ആരെങ്കിലും ചോദ്യം ചെയ്താൽ ഈ അസോസിയേഷൻ ആണല്ലോ പൊങ്ങിക്കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പ്രതിബന്ധം? ഇപ്പോഴും BJPയുടെ ജയിച്ചു കയറിയ കൗൺസിലർമാർ അവരുടെ വാർഡുകളിലുള്ള ആൾക്കാരുടെ വീട്ടിലേക്ക് പ്രൈവറ്റ് വണ്ടികളിൽ വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരതെങ്കിലും ചെയ്യുന്നുണ്ട്. ഇവരെ ഭരിക്കുന്ന ഇടങ്ങളിലെല്ലാം വെള്ളം കൊടുക്കരുത് എന്നുള്ളത് വാട്ടർ അതോറിറ്റിക്കും വലിയ ഉറപ്പുള്ളൊരു കാര്യമാണ്. അവർ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ വെള്ളം തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല, വെള്ളം ഇവിടുന്ന് പുറപ്പെടില്ല എന്ന് പറഞ്ഞാൽ പുറപ്പെടില്ല. ഇതാണ് ആറ്റിറ്റ്യൂഡ്. ഈ ആറ്റിറ്റ്യൂഡിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇവർ പറയാറുണ്ട് പുറത്തൊക്കെ ഭയങ്കര BJP ഇങ്ങനെ വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, BJP വോട്ട് ചോരിയാണ് നടത്താറുള്ളത്. സത്യത്തിൽ ഇതൊക്കെ ആരാ ചെയ്യുന്നത്? ജംഗിൾ രാജ് ചെയ്തത് BJP ആണോ? ഇവിടെ പാർട്ടി ഗ്രാമങ്ങൾ വേറൊരു ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ പോലും വെക്കാൻ പറ്റാത്ത, എന്തിനാ സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിനൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ വടിയും കുന്തമായിട്ട് റോട്ടിൽ കാത്തു നിൽക്കുന്നത് ആരാ? ഇതൊക്കെ BJP ആണോ? ഇതൊന്നും ചെയ്യുന്ന BJP അല്ല. പക്ഷെ BJPക്ക് മാത്രമേ കുറ്റമുള്ളൂ. നിങ്ങൾ കണ്ണ് തുറന്ന് കാണുക. നിങ്ങൾ ഇത്രയും നാളും വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ആൾക്കാർ ഇവരൊക്കെ ആയിരുന്നു. ഇവരൊക്കെ എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? BJPയോട് ഇവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ തോന്നുന്നില്ലേ നിങ്ങൾ എന്ത് മലമറിച്ചിട്ടാ ഈ ഡയലോഗ് അടിക്കുന്നതെന്ന്? സത്യത്തിൽ ശിവൻകുട്ടി ഇതൊക്കെ വാങ്ങിച്ചെടുക്കുകയാണ്. ഇനി വരുന്ന ആ ഒരു നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കാൻ സാധിക്കും. ഈ ബയോ മൈനിങ് പോലുള്ള പ്രോഗ്രാമുകളല്ലേ വരേണ്ടത്? ഗ്യാസ്, അതുപോലെ റോഡ് ചെയ്യാനായിട്ടുള്ള സംഗതികൾ, ബയോ ബിറ്റുമെയിൻ, അങ്ങനെ ഒരുപാട് പ്രോജക്ട്സുകൾ കൊണ്ടുവരുന്നത് BJP ആണ്. അത് കൊണ്ടുവരുന്ന ഐഡിയ ഉള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് BJP ആണ്.
ഇതൊക്കെ UDF-ഉം LDF-ഉം ചെയ്തിരുന്നെങ്കിൽ BJP-യുടെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ലായിരുന്നല്ലോ അല്ലെ? ഇത്ര മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. തുടർന്ന് കാണുക പൊളി ന്യൂസ്.